ശുഭനായ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ, മാർച്ച് 8 നമ്മുടെ വനിതാ ദിനം. അപ്പോൾ ഞാനിത് എല്ലാ വർഷത്തെക്കാട്ടിലും കൂടുതലായിട്ടും എനിക്ക് ഒരു എന്താ പറയുന്നത്, ഇന്ന് വനിതാ ദിനമാണ് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ എന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ ഫോണൊന്ന് നോക്കും. നമ്മളൊരു യൂട്യൂബറാണല്ലോ, അപ്പോൾ നമ്മുടെ ഫോണ്, പിന്നെ ഓയിലിൻ്റെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഓയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ, ഇവർക്കൊക്കെ ഞാൻ രാവിലെയാണ് റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ഈ ഫോണും എടുത്ത് സെറ്റ് ചെയ്യലൊന്നിരിക്കും കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ നോക്കുന്നത്, നമ്മുടെ ഡോളർ എത്രയായെന്ന് നോക്കുന്നത്, നമ്മുടെ മെയിൽ നോക്കുന്നത്, നമ്മുടെ മെസ്സേജ് നോക്കുന്നത്, ഇതെല്ലാം ആ ടൈമിലാണ് കേട്ടോ. പക്ഷേ ഇന്ന് ശുഭ നായർ വ്ളോഗ് എന്ന ആ ഒരു ശുഭയെ നിങ്ങൾ എത്രമാത്രം എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇന്ന് മനസ്സിലായി. ഇന്ന് തന്നെയല്ല, ഒരു ബർത്ത്ഡേ വന്നാൽ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാൽ, ഒരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് എൻ്റെ അമ്മോ, എൻ്റെ ഫോൺ നിറച്ച് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ പറയാൻ എത്ര പേര് വന്നെന്ന്. അപ്പം ഇന്ന് ഹാപ്പി വിമൻസ് ഡേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ വാട്സപ്പ് നിറയെ ഈ ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും എൻ്റെ അനുഭവത്തിൽ കൂടെ കേട്ടോ, എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒന്നും അറിയില്ല, എൻ്റെ അനുഭവത്തിൽ കൂടെ വനിത, ഒരു സ്ത്രീ എന്താണ്, ഞാൻ ഒരു സ്ത്രീ എന്നൊക്കെ എനിക്ക് തന്നെ പറയാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവവും ഒരു തുള്ളിക്കളിക്കുന്ന ഒരു ഡാൻസ് കളിക്കും, പാട്ട് പാടണേ അപ്പം തന്നെ ഞാൻ പാട്ട് പാടും. എൻ്റെ വീട്ടിൽ കേട്ടോ, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അത്ര ഇതൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡേയും മക്കളുടെയും മുന്നിൽ എനിക്കിപ്പോൾ ഡാൻസ് കളിക്കണം തോന്നി അപ്പം ഞാൻ ഡാൻസ് കളിക്കും, പാട്ട് പാടണം തോന്നിയാൽ ഉറക്കെ ഞാൻ പാട്ട് പാടും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും യങ്ങായിരിക്കണം, നമ്മുടെ മനസ്സ് എപ്പോഴും യങ്ങായിരിക്കണം. നമ്മൾ ആ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായി, എനിക്ക് വയ്യ, ഇനി എന്നോട് മുന്നോട്ട് ഇനി ഒന്നിനും എന്നെക്കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അതൊക്കെ വേദനകളൊക്കെ എനിക്ക് കൊണ്ട് പുറത്ത് വേദനയും ഒക്കെ നമ്മൾ പറയുമല്ലോ, എൻ്റെ നടുവിന് വേദന, എൻ്റെ കൈക്ക് വേദന, ഇതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. വീഡിയോ ഒന്ന് കട്ടായിപ്പോയി കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്. ഇന്നലെ നല്ലൊരു മഴ കിട്ടി, എന്നാലും നല്ല ചൂട് കേട്ടോ. പിന്നെ മുടിയെല്ലാം ഒന്ന് കെട്ടിവെച്ചു. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമുക്ക് പ്രായമായി, നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നമുക്കിനി മുന്നോട്ടുള്ള ജീവിതം എല്ലാം തീർന്നു എന്നൊന്നും ആരും വിചാരിക്കരുത്. എൻ്റെ ഈ ചാനലിൽ ശുഭ നായർ വ്ളോഗിൽ എനിക്ക് കൂടുതലും കുറേ ചേച്ചിമാരുണ്ട്, കുറേ അമ്മമാരുണ്ട്, കുറേ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ 25 വയസ്സ് താഴെയുള്ളവരുണ്ട്. എല്ലാ തരത്തിലുമുള്ള ലേഡീസാണ് കൂടുതലും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ചാനലിൽ 1-2 ആണുങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, ബാക്കി എല്ലാവരും നമ്മൾ ലേഡീസാണ്. അപ്പോൾ ഇത്രയും ലേഡീസുള്ള ഈ 82K ആവാൻ പോകുന്ന സബ്സ്ക്രൈബറുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് ലോക വനിതാ ദിനമായിട്ട് എന്തെങ്കിലും എൻ്റെ ഒരു വളർച്ച, എൻ്റെ ഇത്രയും നാളത്തെ ഒരു വളർച്ചയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഒരു 2 മിനിറ്റ് എന്തെങ്കിലും ഗുണമാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റിയെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ ഇതിപ്പം നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ഓയിൽ വാങ്ങിക്കുന്നവരെല്ലാവരും പറയുന്നുണ്ടല്ലോ, എനിക്ക് 65 വയസ്സായി, എനിക്ക് 55 വയസ്സായി. പക്ഷേ അവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഓയിൽ വാങ്ങിക്കാൻ നേരം പ്രായം വരെ പറഞ്ഞാണ് ഓരോരുത്തർ വാട്സപ്പിൽ വരുന്നത്.
അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ, അവരെല്ലാവരും യങ്ങാകട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ചാനലിൽ വരുന്നവരെല്ലാവരും എന്നെപ്പോലൊരു ഇതുള്ളവരൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ഒരു അമ്മയുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, നാരായണീയത്തിന് പോകും, തിരുവാതിര കളിക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും, രാത്രി 10 മണിയായാലും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ, പിന്നെ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും, ഇപ്പം ഇന്നിപ്പം കിടക്കുമ്പോൾ ഓർക്കും, ഇന്ന് 12:30 ആയിട്ട് നമ്മൾ കിടന്നെന്ന് വെച്ചു, ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കണം, അടുക്കളയിലെ പണി എല്ലാം ചെയ്യണം, ഓയിലിൻ്റെ വർക്ക് എല്ലാം ചെയ്യണം, യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇതൊക്കെയാണല്ലോ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം അതൊന്നും നമ്മുടെ ഇപ്പം അതുപോലെ സാധിച്ചില്ല എങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു 5 വട്ടം നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ അത് പ്രാവർത്തികമാകും ഉറപ്പായിട്ടും. നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ മനസ്സിനെ നമ്മൾ തളർത്താതെ നമ്മൾ മുന്നോട്ട് സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹങ്ങൾ കണ്ട് അങ്ങനെ വേണം ജീവിക്കാനായിട്ട്. എൻ്റെ മാരേജിന് മുന്നേ ലോകം എന്താണെന്നറിയാൻ മേലാതെ പാറിപ്പറന്ന് നടന്ന ഒരാളാകട്ടോ. പാറിപ്പറന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു ഫയർ സ്റ്റേഷനിലെ ജോലിയായിരുന്നു, ഒരു പട്ടാളച്ചിട്ടയായിരുന്നു. അങ്ങനെ ഒരു പാറിപ്പറന്നെന്നല്ല പറഞ്ഞത്, ഒന്നും അറിയാൻ മേലാത്ത ഒരു ശിശു. പഠിക്കാൻ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ മാത്രം അറിയാവുന്ന ഒരാൾ. ഒരു വീട്ടുജോലി പോലും അടുക്കളയിൽ ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്യിക്കുകയില്ലായിരുന്നു. അങ്ങനെ വളർന്ന് വലുതായ ഒരാളാണ് ഞാൻ. ഒരു ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ പഠിക്കാൻ പോയി. അപ്പോൾ അന്നൊക്കെ എല്ലാവരും പറഞ്ഞ ബ്യൂട്ടീഷ്യൻ്റെ പഠിച്ചിട്ട് എന്താ പ്രയോജനം, ഡിഗ്രി കഴിഞ്ഞു PGക്ക് പോവും, അങ്ങനെ പോവും ഇങ്ങനെ പോകും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്കൊരാഗ്രഹമായിരുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണമെന്ന്. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ നല്ല രീതിയിൽ അത് കൊണ്ടുപോയി. എനിക്ക് ഒന്നും എന്ന് വെച്ചാൽ 3 വർഷം അവിടെ പ്രാക്ടീസിനായിട്ട് നിന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ 3 വർഷവും അവിടെ ആൻറ്റിയുടെ അടുത്ത് പ്രാക്ടീസിന് നിന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പാർലറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു. അത് പഠിച്ചതും കൊണ്ട് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ആ ഗൾഫിലെ ഒരു രീതി വെച്ച് പെട്ടെന്ന് ഒരു ജോലിയിലോട്ടൊന്നും കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. പണ്ടത്തെ ഗൾഫുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കളക്ടറുടെ ഒരു ഗമയിലല്ലേ നിൽക്കത്തുള്ളൂ. കുറ്റവും കുറവും ഒന്നും പറയുമല്ല ഞാൻ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാനങ്ങ് പറയുക. അപ്പോൾ ഞാൻ പഠിച്ച ഒരു തൊഴിലും കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു ചെയർ വെച്ചുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലർ ഇട്ടു. അതും എൻ്റെ വീടിൻ്റെ മേളിൽ തന്നെ. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിലാണ് നിന്ന് അവിടുന്ന് പെട്ടെന്ന് ഞാൻ മാറി. അപ്പോൾ എൻ്റെ മോളുണ്ടായി, മൂത്ത ആളുണ്ടായി. ഞാൻ 2 നില വീടെടുത്തിട്ട് മേളത്തെ നിലയിൽ ഞങ്ങൾ പാർലർ താഴെ. എൻ്റെ ഇളയ മോൾ അനാമിക ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ പാർലറിൻ്റെ പേര് അനാമിക എന്നാണ്. അഞ്ജന ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു ബോർഡും താഴെ വെച്ച് ഞാൻ ഒരു ചെയർ മാത്രം വെച്ച് കുറേ സാധനങ്ങളും മേടിച്ചു. അതായത് എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു കുറവ്. ബാക്കി പാർലറിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ച്, ഞങ്ങൾ എറണാകുളത്ത് പോയാണ് അന്ന് വാങ്ങിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ഒരു പാർലറിലും പോയി നിൽക്കാതെ, അതായത് ഞാൻ പഠിച്ചെടുത്ത് തന്നെ 3 വർഷത്തോളം, 3 വർഷം മൊത്തം ഇല്ല എങ്കിലും അത്രയും നാൾ നിന്ന് ഞാൻ തുടങ്ങി. അന്ന് മുതൽ വരുമാനം. അപ്പോൾ എല്ലാവരും പറയും ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്തിനാണ് പഠിച്ചത്, പക്ഷേ വിദ്യാഭ്യാസം കിട്ടി. ആ ബ്യൂട്ടീഷ്യൻ്റെ ഇതിലോട്ടും ഞാനങ്ങ് പോയി. അത് എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ട് എന്ന് വെച്ചു, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒന്നുമില്ലാതെ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ട് നടന്ന് ജീവിതം കളയുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കിയിട്ട് അവർ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അപ്പോൾ ഒന്നുമില്ല. അങ്ങനെ പോകുന്ന ഒരു ജീവിതം, അത് കുറേ കഴിയുമ്പോൾ അസുഖമായി ജീവിതത്തന്നെ മടുത്ത ഒരവസ്ഥയിലോട്ട് വരും. അതേസമയം നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന കാര്യങ്ങൾ, നമ്മളെ വിഷമിപ്പിച്ചവർ കാണും, നമ്മളെ ചീത്ത പറഞ്ഞവർ കാണും, അവരുടെയൊക്കെ മുഖം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് വിജയത്തിലെത്താൻ പറ്റും. എൻ്റെ ഒരു നമുക്കുണ്ടായ ഒരു നമുക്കുണ്ടാകുന്ന അനുഭവം വെച്ച് നമ്മൾ മുന്നോട്ട് നമുക്ക് ജീവിത പ്രേരണയാണ് അതൊക്കെ. നിങ്ങളിപ്പോൾ എന്നെ കണ്ടാൽ ഓർക്കും, എല്ലാം
ഇങ്ങനെ തന്നെയാണ് എല്ലാം ഒരു യാതൊരു കുഴപ്പമില്ല അങ്ങനെ. പക്ഷേ എനിക്കിന്ന് ഇപ്പോൾ യാതൊരു കുഴപ്പവും ദൈവം സഹായിച്ചില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ സക്സസ് ആയി എന്നുള്ള ഒരു ഇതിലാണ് ഞാനിരിക്കുന്നത്. അഹങ്കാരം പറയുമല്ല, ദൈവത്തിന് നിരക്കാഴിക പറയുമല്ല, ഒന്നുമല്ല. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് എല്ലാ ലേഡീസിനും നമ്മൾക്ക് അങ്ങനെ ആവണം ജീവിതം. ഇനിയാണെങ്കിലും എനിക്കൊരു 50 വയസ്സായി, അല്ലെ എനിക്കൊരു 60 വയസ്സായി, ഇനി ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഒരു സ്റ്റിച്ചിങ് പഠിച്ചേ നിങ്ങൾ. ഒരു സ്റ്റിച്ചിങ് പഠിക്കുക, ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കുക, ഒരു ചുരിദാർ തയ്ച്ച് കൊടുക്കുക, ഒരു ചുരിദാർ മാത്രം നിങ്ങൾ തയ്ക്കാൻ പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി നിങ്ങൾ അങ്ങ് ഭയങ്കര ഇതാകുന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം 60 വയസ്സായി 65 വയസ്സായി എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റുമല്ല, നാരായണ ജപിച്ചുകൊണ്ടിരിക്കാം, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നാരായണ ജപമൊക്കെ വേണം, പ്രാർത്ഥന മസ്റ്റാണ്, അതല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്, നമ്മൾ വനിതകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് തീയിൽ കുരുത്ത് വെയിലത്ത് അങ്ങനെ എങ്ങാണ്ടൊക്കെയുള്ളൊരു പഴഞ്ചൊല്ലില്ല, അതൊക്കെ സത്യമാണ്. നമ്മൾക്ക് നമ്മളെ തളർത്തുന്നവരെ നമ്മളെ കൊണ്ട് അവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവൾ വെറും ഒന്നും അറിയത്തില്ല, ഒന്നും ഇതാക്കത്തില്ല, ഒരാൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടുക ചെയ്യുന്നത്. നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് കിട്ടും. പിന്നെ നമ്മുടെ ആരുമായിക്കോട്ടെ, ഇപ്പം നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ കളിയാക്കിയവർ, നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ മുഖം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. നമുക്ക് ജീവിതത്തിൽ കുതിരയെ പോലെ നമുക്ക് മുന്നേറാൻ പറ്റും, ഉറപ്പായിട്ടുള്ള കാര്യമായത്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം അങ്ങോട്ട്, ഇപ്പം നിങ്ങളൊരു ചുരിദാറിൻ്റെ തയ്യൽ പഠിച്ചു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല, നമ്മുടെ തന്നെ തയ്ച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ തന്നെ തയ്ച്ചാലും നിങ്ങൾക്ക് അവിടെ ലാഭമാണ്, ആണോ ഇല്ലയോ? നിങ്ങളൊരു തൊഴിൽ പഠിച്ചു, നിങ്ങളത് തന്നെ തയ്ച്ചിട്ടു. ഞാൻ എവിടെയും പോയി വലിയ തയ്യൽ പഠിച്ച് കാശ് കളഞ്ഞിട്ടില്ല, ടൈം കളഞ്ഞിട്ടില്ല. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിടത്ത് തയ്യലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, വെറുതെ നോക്കി നിന്ന് കണ്ടു പഠിച്ചു. അല്ലല്ല, അത് കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് പോയി പഠിച്ചു കേട്ടോ, പഠിച്ചായിരുന്നു. അത് നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ താഴെ ലൈബ്രറിയിൽ SBIയുടെ ഒരു വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനവിടെ തിരുനക്കര മേളിൽ പാർലറിട്ട സമയത്ത് ഉച്ചയ്ക്ക് 10 മണി മുതൽ 3 മണി വരെ ഞാൻ കട അടച്ചിട്ടിട്ട് താഴെ വന്ന് ലൈബ്രറിയിൽ അത് പഠിച്ചു. നമ്മുടെ അറിയത്തില്ല എല്ലാവർക്കും തിരുനക്കര അമ്പലത്തിൻ്റെ താഴെ, അറിയാവുന്നവർക്ക് കോട്ടയംകാർക്ക്, അവിടെ ബ്ലൗസും ചുരിദാറും അതിൻ്റെ കൂടെ പെറ്റിക്കോട്ട് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിച്ചു കേട്ടോ, നേരം. എന്നിട്ട് ഞാൻ എല്ലാം, എനിക്ക് പാർലറിലുണ്ട്, ഞാൻ തയ്ച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടും ഞാൻ ഇടയ്ക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് എൻ്റെ പാർലറിൽ തുടങ്ങി, ഒരു ചേച്ചിയെ വെച്ച്. അങ്ങനെയാണ് ഞാൻ ഈ മോട്ടർ വെച്ച് വലിയ അംബ്രല മെഷീനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ച് ഇപ്പോഴും എനിക്കിഷ്ടമാണ് തയ്യൽ. തയ്ക്കാനൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഷൂന്ന് തയ്ച്ചെടുക്കും. ഇന്നലെ ഞാൻ തയ്ച്ചെടുത്ത ടോപ്പാണ് ഈ കിടക്കുന്നത്, ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. പക്ഷേ ഇന്നലെ ഇട്ട വീഡിയോ, ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഒരു 2:30 ആയപ്പോൾ അപ്ലോഡാക്കി. എനിക്ക് അപ്ലോഡാകാൻ പറ്റിയില്ല, വൈഫൈയുടെ എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് ഒരു 6 മണി ടൈമിൽ അത് വന്നത്. എല്ലാവരും വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ആ സന്ധ്യസമയത്ത് വീഡിയോ ഇട്ട് അറിയിച്ചാവത്തില്ല, അങ്ങനെ ആ വീഡിയോ ഡെഡായിപ്പോയി കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ചിക്കൻ ബോക്സിൻ്റെ പാടുള്ളവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓയിൽ ചേർച്ചാൽ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറും എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ ഇട്ട വീഡിയോയിൽ. അതുകൊണ്ടാണ് ആ ടൈമിൽ വീഡിയോ അതൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങൾ നമുക്ക് തന്നെ തയ്ച്ചിടാൻ വേണ്ടി ഒരു ചുരിദാർ തയ്ച്ച്, ഇപ്പം ഒരു ചുരിദാർ തയ്ച്ച് നിങ്ങളുടെ കയ്യിൽ ഒരിടത്ത് കൊടുത്ത്, അവരും വനിതയല്ലേ, അവരും ഇരുന്ന് തയ്ച്ചല്ലേ നമുക്ക് തരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ഇപ്പം 10, 50, 60 വയസ്സൊക്കെ ആയി, ഇനിയിപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് പാർലർ ഇടാം, അതും ചെയ്യാം. നമ്മളിപ്പം ക്ലാസ്സിന് പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ക്ലാസ്സുകൾ വരും. ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ 10, 60, 55 വയസ്സായ ഒരുപാട് പേരുണ്ട്. അവരെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരാളെ വെച്ചാലും അവർക്ക് ഉള്ള വരുമാനം മതി, നമ്മുടെ സന്തോഷം. നമുക്ക് 10 പൈസ വരുമാനം കിട്ടുന്നത് നമ്മുടെ സന്തോഷം, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിനൊക്കെ പിന്നിൽ എന്താണ്? നമ്മൾ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് 5 പൈസ നമ്മുടെ സ്വന്തമായിട്ട്, അല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ ലോകത്ത് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇതിനു വേണ്ടിയല്ലേ? ആണോ?
പിന്നെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ മാരേജിന് മുന്നാണ് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ ആരും നമ്മളെ പുറകോട്ട് നിൽക്കത്തില്ല. നമ്മൾക്ക് വിദ്യാഭ്യാസമില്ല, നമുക്ക് വലിയ ലോക പരിചയമില്ല. ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നതിനും ഈ തയ്യൽ പഠിക്കുന്നതിനും ഒന്നും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനിയും നമുക്ക് ടൈമുണ്ട്. നിങ്ങളെല്ലാവരും, ഞാൻ ഇന്നൊരു കാര്യം, ഈ ഒരു കാര്യം നിങ്ങളോട് എപ്പോഴും, നമ്മുടെ എല്ലാം ലേഡീസാണ്, നമ്മുടെ കൂടുതലും നമ്മൾ എൻ്റെ വീഡിയോ കാണുന്ന ലേഡീസാണ്. നിങ്ങളെ താത്ത് കിട്ടുന്നവരുടെ മുന്നിൽ, നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കണം. നിങ്ങൾ വിജയിക്കും, ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ആ പുച്ഛിച്ച് തള്ളിയവരുടെ, നമ്മുടെ മനസ്സിൽ നമ്മളെ അവഗണിച്ചവരുടെ മുഖം മാത്രം നമ്മുടെ മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ വിജയിക്കും മക്കളെ, നമ്മൾ വിജയിക്കും. ഒരു പെണ്ണാണ് ഒരു പെണ്ണിൻ്റെ ശത്രു, ആണോ അല്ലയോ? അതെ, ഒരു പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ശത്രു. പക്ഷേ നമ്മൾ അവിടെ തളർന്നു വീഴരുത്, നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കണം. പിന്നെ വേറൊരു കാര്യം, സ്വപ്നം കാണുന്നത്. ഞാനിങ്ങനെ ഒരു പാർലറൊക്കെ ഇടുന്നതിന് മുന്നേ ഇരുന്ന് വെറുതെ ഇങ്ങനെ സ്വപ്നം കാണും. എനിക്ക് എൻ്റെ പാർലർ ഞാൻ സ്വന്തമായിട്ട് നടത്തുന്നത്, എൻ്റെ പാർലറിൽ കസ്റ്റമർ കയറി വരുന്നത്, എൻ്റെ കസ്റ്റമറോട് ഇടപെടുന്നത്, ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സത്യമായിട്ടും ഞാൻ എന്തൊരു കാര്യവും സ്വപ്നം കണ്ട് തന്നെ നേടിയതാണ്. പിന്നെ അങ്ങനെ ഞാൻ പാർലർ ഇട്ടു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സ്വന്തമായിട്ട് ആരുടെയും കീഴിൽ നിന്നിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് പാർലർ ഇട്ടു. ഒരു ചെയർ മാത്രം മേടിച്ച് ഞാൻ പാർലർ തുടങ്ങിയതാണ് അന്ന്. അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞ് ആ ഫേഷ്യൽ ബെഡ് കാര്യങ്ങൾ അതും ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ പാർലർ ഇട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്കെല്ലാം കോട്ടയംകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒക്കെ നമ്മൾ റെൻറ്റിന് താമസിക്കുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലെ മാരേജ് കഴിഞ്ഞു, ഇപ്പം അനിയനാണ് വീട്, അപ്പോൾ നമ്മൾ മൂത്തയാളാണ്, നമുക്ക് വീട് സ്വാഭാവികമായിട്ടും വേണം. നമ്മൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഞാനൊരു കുഞ്ഞു വീട് സ്വപ്നം കാണാൻ തുടങ്ങി. സത്യം ഞാൻ പറയുക, എനിക്ക് ഒരു മുറിയും ഒരടുക്കളയും ഒരു സിറ്റ് ഔട്ടും ഒരു ബാത്റൂമും ഉള്ള ഒരു കുഞ്ഞു വീട് ഞാൻ സ്വപ്നം കണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം ആ കാര്യം, അറിയാം. കാരണം ഞാൻ അവരോടൊക്കെ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരോട് നമ്മൾ പറയുകയും ചെയ്യണം, നമ്മൾ സ്വപ്നവും കാണണം. ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു, എൻ്റെ ഒരു കുഞ്ഞു വീട്, എൻ്റെ ആ കുഞ്ഞു വീട്ടിലുള്ള താമസം. പിന്നെ അതിനോടൊപ്പം സ്വപ്നം കാണുന്ന ഒരു കാര്യമായിരുന്നു എനിക്കൊരു വാർക്ക വീട് വേണമെന്ന് ഭയങ്കര സ്വപ്നമായിരുന്നു. വാർക്ക വീടാണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് മേളിലോട്ട് പണിയാൻ പറ്റുള്ളൂ. ഇപ്പം ചാടി തന്നെ നമുക്ക് കോട്ടയം ടൗണിലെ ഒരു വാർക്ക വീട് വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു 2 നില വീട് വാങ്ങിക്കാനുള്ളതൊന്നും എന്തായാലും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് എന്താണെന്ന് നിങ്ങളോട് പറയട്ടെ. ആ ഒരു ചെറിയ വീട് കിട്ടുമ്പം അതിൻ്റെ മേളിലോട്ട് പാർലർ. കാരണം അതായത് എൻ്റെ മക്കൾ LKG ആയിരുന്നപ്പം മുതൽ ഞാനിങ്ങനെ വെളി പാർലർ ഇട്ടുകൊണ്ട് നടന്ന ഒരാളാണ്. എൻ്റെ പൊന്നുമക്കളെ ഞാൻ 3:30 ആകുമ്പോൾ ഓട്ടോയിൽ അന്നൊക്കെ ആദ്യം ഫസ്റ്റ് വിട്ടുകൊണ്ടിരുന്നത്. ഓട്ടോക്കാരൻ സുരേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആ ചേട്ടൻ യൂണിയൻ ക്ലബിൻ്റെ അവിടെ, അതായത് ഇരുന്നക്കരമ്പലത്തിന് തൊട്ട് അവിടെ കൊണ്ട് പാർലറിൽ ഇറക്കും മക്കളെ. പിന്നെ 5:30, 6:30 വരെ എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ അവിടെ ഇരുത്തുമായിരുന്നു. അവർക്ക് വിശക്കും. ഈ എന്തോരമാണ് നമ്മൾ വെളിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ വന്നാലല്ലേ ഉള്ളൂ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട്. അങ്ങനെ വിശന്നും ഈ വരുന്നവർ വഴക്കുണ്ടാക്കിയും എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ എൻ്റെ പൊന്നുമക്കൾക്കൊക്കെ ഉള്ളപ്പോൾ ഞാൻ അവരെ അവിടെ ഇരുത്തിയും എൻ്റെ കുഞ്ഞാപ്പിക്കുട്ടനെ ഒരു ദിവസം ഞാൻ അടിച്ചു ജീവിതത്തിലാദ്യമായിട്ട്. ആ ചേച്ചി ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ആ ചേച്ചി ഇപ്പോഴും മോളെ കാണുമ്പം പറയും, യോ ശുഭ പണ്ട് അടിച്ചത് ഓർക്കുമെന്ന്. കാരണം ആ ഒരടിയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൊന്നിനെ ഞാൻ അടിച്ചേക്കുന്നത്. കാരണം അവർ ഫേഷ്യലും ഹെന്നായും ചെയ്യാൻ കയറി വന്നപ്പോൾ മോള് വഴക്കുണ്ടാക്കി, എന്നെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ഒരു വടിയെടുത്ത് ഒരു അടി കൊടുത്തു കേട്ടോ. അത് ആ ചേച്ചി ഇപ്പോഴും പറയും കേട്ടോ. പിന്നെ എൻ്റെ എന്തോരം ഷാമ്പു, അവളൊരു ഭയങ്കര കുസൃതിയായിരുന്നു പണ്ട് ഇളയത്. ഷാമ്പു ഒക്കെ എടുത്ത് വാഷ് ബേസിൽ ഒഴിച്ച് കഴുകുക, അങ്ങനെ എന്തെല്ലാം അന്ന് എപ്പോഴും എൻ്റെ മനസ്സിലെ ഒരാഗ്രഹമാണ്, എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ വീടിനോട് ചേർന്ന് ഒരു മുറി കിട്ടിയാൽ എനിക്ക് അവിടെ പാർലർ നടത്തണം. സത്യം ഞാൻ പറയുക. അങ്ങനെ ആ സ്വപ്നം കണ്ടു. ഞാൻ എഴുതി വെക്കുമായിരുന്നു. എൻ്റെ ഡയറി എഴുതുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കുറവ്. കാരണം നമ്മുടെ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളെല്ലാം മൊബൈലിലാണ്. ഇപ്പം ഞാൻ ഡയറി എഴുതുന്ന കുറച്ച് കുറവാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഡയറിയിൽ എനിക്ക് ഇത്രയും പൊക്കത്തിന് ഡയറി ഉണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള ഡയറി വരെ അതൊക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് നോക്കും കേട്ടോ. ഓരോ ദിവസം ചിലവാകുന്ന കാര്യങ്ങൾ, ഓരോ ദിവസവും വാങ്ങിക്കുന്ന സാധനങ്ങൾ വരെ ഞാൻ എഴുതി വെക്കുമായിരുന്നു.
പണ്ടൊക്കെ വരുമാനം ഇത്ര, ചിലവെത്ര, ഇങ്ങനെ ഞാൻ എഴുതി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് ഈ 1 വർഷം 1.5 വർഷമായിട്ട് ഡയറി എഴുതുന്നൊരു സ്വഭാവം എനിക്കില്ല. പക്ഷേ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ മൊബൈലിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും മൊബൈലിനകത്ത് നമ്മൾ സേവ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് മതി. ഇപ്പം തന്നെയല്ല കുത്തിയിരുന്ന് എഴുതാനും നേരമില്ല, അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് സ്വപ്നങ്ങൾ കാണുക, ആഗ്രഹിക്കുക, എഴുതി വെക്കുക. നമുക്ക് വേണ്ടത് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് നമ്മുടെ ആഗ്രഹം സാധീകരിക്കണം. സത്യമായിട്ടും എൻ്റെ ഉള്ളു തുറന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് വനിതാ ദിനമാണ്. നമ്മളെല്ലാവരും, അല്ലെ ഒരു പെണ്ണ് അവളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അത് തെറ്റായ ധാരണയാണ്. ഒരു പെണ്ണിനെ എല്ലാം ചെയ്യാൻ കഴിയത്തുള്ളൂ, അത് ഞാൻ പറയുന്നു. അതും നല്ല രീതിയിൽ കൂടെ കേട്ടോ, നല്ല രീതിയിൽ. ഒന്നാമത് മസ്റ്റ് പ്രാർത്ഥന. ദൈവത്തിനെ വിളിച്ച് താഴെ ഇറക്കിയിട്ടുള്ള ഒരാളാണ് ഈ ശുഭ. ദൈവത്തിനെ വിളിച്ച് താഴെ ഇറക്കിയാണ് ഞാൻ എൻ്റെ ഈ വീട്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീട്, അറിയാവോ? പിന്നെ വീടിൻ്റെ സമയത്ത് നമുക്ക് ലക്ഷങ്ങളായി ഈ വീട് വാങ്ങിച്ചു കേട്ടോ. അതെത്രയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അന്നത്തെ സമയത്ത് ഒരു കുറച്ച് രൂപയുടെ, കുറച്ചല്ല, അതെനിക്ക് ഏറ്റവും വലിയ ഒരു വിലയാണ്. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ആൻറ്റി, എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ആൻറ്റി, എൻ്റെ അമ്മയ്ക്ക് തുല്യം, എൻ്റെ ജീവൻ, എൻ്റെ ആൻറ്റി ആ സമയത്ത് എന്നെ വിളിക്കുക. അപ്പോൾ എൻ്റെ ഒരു സൗണ്ട് മാറി എൻ്റെ ആൻറ്റി അറിയോ അവിടെ. എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഞാൻ പൊട്ടിപ്പോയി. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം തന്നെ ആൻറ്റി ആ പൈസ എനിക്ക് എത്തിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വീട് നമ്മൾ കയറിയത് ഇതിനകത്ത്. അത് കഴിഞ്ഞു. ഫ്ലഡ് വന്ന സമയത്ത്, കൊറോണ വന്ന ടൈമിലൊക്കെ എൻ്റെ ആൻറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ വേണേലും പറയും, എൻ്റെ ആൻറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. ദേ ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ കമ്മൽ നിങ്ങൾ നോക്ക്. ഈ കമ്മൽ ഇത് എൻ്റെ ആൻറ്റി തന്നതായത് കേട്ടോ. എൻ്റെ ആൻറ്റി തന്നതായത്. ഇത് തീരെ കനം, തീരെ കുറവൊന്നുമല്ല കേട്ടോ. ഞാനിവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. നല്ല കനമുള്ള ഒരു കമ്മലാണ് എൻ്റെ ആൻറ്റി എനിക്ക് തന്നത്. അതുപോലെ ബന്ധുക്കളാലും ജീവിതത്തിൽ അച്ഛൻ, നമ്മുടെ കുടുംബപരമായിട്ടും നമ്മുടെ ബന്ധുക്കളാലും എല്ലാം സ്നേഹം നിറച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും എന്നെ സ്നേഹിച്ച ആ ഒരു രീതിയിൽ കൂടെ ജീവിതം എന്താണെന്ന് അറിയാൻ മേല അതങ്ങനെ വളർന്ന് മാരേജിന് ശേഷം നമ്മുടെ ജീവിതം തകിടം മറിയുവാണ്. എല്ലാവരുടെയും ഒക്കെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ടുള്ള കുതിപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് ആഗ്രഹിച്ച് ദൈവത്തിനെ വിളിച്ച് നേടുകയാണല്ല. ഒരു ലേഡി എന്ന നിലയിൽ എനിക്ക് എവിടെയും പറയാൻ പറ്റും. വീട് മേടിച്ച സമയത്ത് ആ കൊറോണ ടൈം വന്നപ്പോഴല്ലേ എൻ്റെ ആഗ്രഹം സാധിച്ച് എനിക്ക് പാർലർ ഇവിടെ ഇടാൻ പറ്റിയ. എന്തുകൊണ്ടാണ്? നമ്മൾ ആഗ്രഹിക്കുക. നമുക്ക് ദൈവമായിട്ടും അവിടെ അത് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചും ആലോചിച്ചും ആഗ്രഹിച്ചും മുന്നോട്ട് പോവുക. നമുക്കെല്ലാം സാധിക്കും. നമ്മൾ അയ്യോ എന്നെക്കൊണ്ട് പറ്റിയവേലേ, എൻ്റെ മനസ്സ് തളർന്നു പോയേ, എന്നെ അവർ തളർത്തിയേ, അവിടെ നിന്ന് വേണം നിങ്ങൾ ഉയർന്നു വരാൻ. അവിടെ നിന്ന് വേണം മേലോട്ട് ഉയർന്നു വരാനായിട്ട്. ഇന്നതേ ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു വാക്ക് ഇവിടെ പറയാൻ ഇഷ്ടമില്ല. കാരണം നിങ്ങൾക്കായിട്ട് ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഓൺലൈനായിട്ട് എൻ്റെ ഓയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളിപ്പോൾ ഇന്നലെ വന്ന മെസ്സേജാണ്, ചിക്കൻ ബോക്സ് വന്ന പാടുകൾ പോലും വിശേഷം മാറുമെന്ന് നിങ്ങളാണ് പറയുന്നത്. നിങ്ങളത് പറയണമെങ്കിൽ എൻ്റെ ഓയിൽ അത്തുപോലെ കാരണം അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് നല്ല ഒരു ഓയിൽ, അതിനകത്ത് എല്ലാം വേണ്ടത് ചേർത്ത് നമ്മുടേതായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ അത്രയും പവിത്രതയോടുകൂടി ഞാനത് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് കരിമങ്കല്യം മാറിയെന്നല്ലേ. അത് കഴിഞ്ഞ് ഓരോന്ന് നിങ്ങളുടെ വായിൽ തന്നെ ഞാൻ കേട്ടു. ഇന്നലെ കുറേ ആൾക്കാരെന്നോട് ചോദിച്ചു, ശുഭ ചിക്കൻ ബോക്സ് മാറുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഓയിൽ തേച്ചാൽ കറുത്തപാടെല്ലാം മാറും, ചിലരോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ മെസ്സേജ് ഒരാൾ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു 2-3 പേരെന്നെടുത്ത് വിളിച്ചു പറഞ്ഞു, ശുഭേ ചിക്കൻ ബോക്സ് വന്ന പാടിന് ശേഷം മാറി. അത് നിങ്ങളത് പറയണമെങ്കിൽ എൻ്റെ ഒരു
ഞാൻ അതുപോലെ ഓരോന്നോരോന്ന് മുന്നിൽ കണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പാർലറിൽ ഫേഷ്യലിന് വരുന്ന ആൾക്കാരോട് വരണ്ട എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിന് പിന്നിൽ ഓയിലിനായിട്ട് ഞാൻ എന്തോരം പ്രയത്നിക്കുന്നുണ്ടെന്ന്. ടെൻഷനുണ്ട്, എല്ലാ സാധനവും. പിന്നെ ഇതെല്ലാത്തിനും ഉപരി എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. ഏത് കാര്യത്തിനും, എന്ത് കാര്യത്തിനും. ഞാനിപ്പോൾ ഒരു കാര്യം പറയുക, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ആലോചിക്കും കേട്ടോ. ചീത്തയായ കാര്യങ്ങൾ നമ്മളൊന്നും പറയാറില്ല. ഓരോ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ കെട്ടിയവൻ തന്നെയാണ്. അത് എവിടെയും. പിന്നെ എൻ്റെ ആൻറ്റി അതങ്ങനെയൊക്കെ, അത് വേറൊരിത്. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളെയല്ലേ ഫുൾ സപ്പോർട്ടെന്ന് പറയുന്നത്. എൻ്റെ ആൻറ്റി അത് കൊല്ലത്താണ്. എൻ്റെ ആൻറ്റി എനിക്ക് സപ്പോർട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പം ഓയിൽ തയ്യാറാക്കി എനിക്കിത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് നിങ്ങളുടെ ഈ DTDC കൊറിയർ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഈ ഓയിലിൻ്റെ കാര്യം കേട്ടോ. അതുപോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു പെണ്ണ് എന്ന രീതിയിൽ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അത് വേണം എന്ന് ഞാനൊന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുൾ സപ്പോർട്ട് എൻ്റെ ആൻറ്റി ആയിരുന്നു, എൻ്റെ കൊച്ചുമോളുമായിരുന്നു കേട്ടോ. എൻ്റെ അനാമിയക്കുട്ടനും എൻ്റെ ആൻറ്റിയുമായിരുന്നു. യൂട്യൂബ് ചാനലിന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ആദ്യമൊക്കെ. കാരണം ആദ്യമൊന്നും വരുമാനമില്ലായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയുന്ന ആളാണ് ഞാൻ. അതിന് ഫോൺ പിടിച്ച് വഴി കൂടെ ഒന്ന് മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദേഷ്യപ്പെടും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും മൊബൈൽ നോക്കി എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു വാശിയായി. അവിടെയാണ് ഒരു പെണ്ണിൻ്റെ ഇത്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ നിങ്ങളോട് ഈ 82 സബ്സ്ക്രൈബേഴ്സ് ആയ ചാനലിൽ ഇരുന്ന് ഞാൻ പറയുക, അന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കൊരു വാശിയായിരുന്നു. ഞാൻ ഇതിൽ നിന്ന് 1 രൂപ വാങ്ങിച്ച് കാണിക്കുമെന്ന്. ഇന്ന് വരെ ജീവിതത്തിൽ എല്ലാം എനിക്ക് വാശിയിൽ നിന്ന് വന്നതാണ്. വാശിയും നമ്മളെ വേദനിപ്പിച്ചവരോടും അത് വെച്ചാണ് ഇന്നുള്ള ഫുൾ എൻ്റെ ജീവിതം സക്സസ് ആയത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എപ്പോഴും എന്നെ അങ്ങനെ ദേഷ്യപ്പെടും. ഇങ്ങനെ ഫോണിനകത്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് സമയം കളയുന്നതും എന്തിനാണ് ഫോണിനകത്ത് അതും ചെയ്യുന്നതും ഇങ്ങനെ യൂട്യൂബ് ചാനൽ വേണ്ട എന്നുള്ള രീതിയാണ്. ഇപ്പം എന്താ പറയുന്നറിയാവോ, എന്ത് ചെയ്യുന്നതിനോട് സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ കോമഡിയൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം വീണ്ടും ചെയ്യാനും വീണ്ടും ഇന്ന് വീഡിയോ ഇടുന്നില്ലേ, ഇന്ന് ലൈവ് പോകുന്നില്ലേ, ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ശുഭ അതിൽ നിന്നൊരു വരുമാനം നേടാൻ തുടങ്ങി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനു മുൻപ് വരെയും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ ദേഷ്യപ്പെടുന്നത്, എന്നോട് പറയുന്നത്, എന്തിനാണ് ഇതിങ്ങനെ എന്നോട് കാണിക്കുന്നത്, ഇതാ എല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആ നാക്കുകൊണ്ട് തന്നെ തിരിച്ചു പറയുക, ഇന്ന് വീഡിയോ പോകുന്നില്ലേ, ഇന്ന് ലൈവ് പോകുന്നില്ലേ, ഇന്ന് ഇടുന്നില്ലേ. പിന്നെ എന്തെങ്കിലും ജോലിയുള്ള സമയത്ത് ഞാൻ വീഡിയോ ഇടാൻ പോവാന്ന് പറയുമ്പം ആ വീഡിയോ ഇട്ടു. എന്തുകൊണ്ടാണ്? അവിടെ ശുഭയ്ക്ക് വാശിയായിരുന്നു. ഇതിൽ നിന്ന് ആദ്യമൊക്കെ ഞാൻ പാചകം ഇട്ടാൽ തുടങ്ങിയ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനൊന്നും വലിയ 1K 2K ഒക്കെ വരുമായിരുന്നു ചില സമയങ്ങളിൽ. അത് ഇപ്പം കിട്ടുന്ന പോലൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് പാർലറുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞറിഞ്ഞ് ഇങ്ങനെ കുറേ പേര് വാട്സപ്പിൽ വന്ന് പറയാൻ തുടങ്ങി, ശുഭ ചേച്ചി പാർലറിലെ ഓരോന്നൊക്കെ ബ്യൂട്ടി ടിപ്സൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തൈരിൻ്റെ വീഡിയോ ഇട്ടാണ് ഞാൻ സക്സസ് ആയത്. അപ്പം ഞാൻ എന്നെ തളർത്തിയ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ ഞാൻ അവിടെ തളർന്നു പോയിരുന്നെങ്കിൽ എനിക്ക് എന്തായേനെ സ്ഥിതി? അല്ലെ നിങ്ങൾ ഇത്രയും ആൾക്കാർ അറിയുമോ? 82K ആവാൻ പോകുന്നു. നമ്മുടെ തൈരിൻ്റെ വീഡിയോ 1M ആകാൻ പോകുന്നു. എന്നെ ആരെങ്കിലും അറിയാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മളെ ആരെങ്കിലും തളർത്താൻ നോക്കിയാലും, നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലും, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാലും അത് മനസ്സിൽ കണ്ട്, ഇപ്പം എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു പോയ കൂടെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരു പെണ്ണ് എന്ന നിലയിൽ ഇന്ന് ഈ വനിതാ ദിനത്തിൽ എനിക്കത് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ നിരൂപിച്ചാൽ അത് സക്സസ് ആകും. ഉറപ്പുള്ള കാര്യമാണ്.
നിങ്ങളൊന്നിനും പുറകോട്ട് മാറില്ല. നിങ്ങളാണ് വീടിൻ്റെ വിളക്ക്, നിങ്ങളാണ് വീടിൻ്റെ ലക്ഷ്മി ദേവി, നിങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാം, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഡാൻസ് കളിക്കണം എന്ന് തോന്നിയാൽ ഞാൻ കിടന്ന് ഡാൻസ് കളിക്കും, പാട്ട് പാടണമെന്ന് തോന്നിയാൽ ഞാൻ ഉറക്ക പാട്ട് പാടും. നിങ്ങളാണ് വീടിൻ്റെ ഐശ്വര്യം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് കുളിയില്ല, ഒന്നുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, ഒരിടത്ത് ചടഞ്ഞ് കൂടിയിരുന്നു വീട്ടിലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഒന്ന് ചെയ്ത് കൂട്ടി, ഹസ്ബൻഡിനെ ആണ്ട ജോലിക്ക് പറഞ്ഞു വിട്ടു, മക്കളെ ആണ്ട പഠിക്കാൻ പറഞ്ഞു വിട്ടു, ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതം കളയും. അങ്ങനത്തെ ഒരു വനിത ആവരുത് നിങ്ങൾ. ഇനിയും സമയമുണ്ട്. ഒന്ന് സ്റ്റിച്ചിങ് പഠിക്കുക. നിങ്ങൾ ഒരു ചുരിദാർ തയ്ക്കാൻ പഠിക്കും. നമുക്ക് തന്നെ തയ്ക്കാം. ഇപ്പം നിങ്ങൾ വലിയ പണത്തിന് മേളിൽ കിടക്കുന്നവരൊക്കെ പറയുമായിരിക്കും, നീ പോടി, നീ വലിയ അതും ഇതുമൊക്കെ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ പറയുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ കുറച്ച് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ പഠിക്കും. ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പഠിക്കാനുണ്ട്. എപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് 97 പഠിക്കുന്ന ടൈമിൽ സ്ട്രെയിറ്റനിങ് ഇല്ല, സ്മൂത്തനിങ് ഇല്ല, കെരാറ്റിൻ ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെയറിൻ്റെ ഇല്ല. ഇപ്പോൾ അതൊക്കെയായി, ഹൈഡ്രാ ഫേഷ്യലൊന്നും വന്നില്ല. അപ്പം അത് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുക. നിങ്ങൾ ഒരു ബ്ലൗസ് മാത്രം പോയി പഠിക്കുക, ഒന്നും വേണ്ട. നമുക്ക് ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓയിൽ മേടിക്കാൻ നേരം നിങ്ങൾ എനിക്ക് 60 വയസ്സായി, 65 വയസ്സായി, 55 വയസ്സായി എന്നൊക്കെ പറയുന്നില്ലേ. അത് കേട്ടോ ഭയങ്കര ചൂട്. അപ്പോൾ ഇനിയാണെങ്കിലും നമുക്ക് ടൈമുണ്ട്. നമുക്ക് ടൈമില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ തയ്ച്ച ബ്ലൗസ് ഒന്ന് ഇട്ട് നോക്കിക്കും, അതിൽ പരം ഒരു സന്തോഷം വേറൊരാൾ തയ്ച്ച് കൊണ്ടുവന്ന് ഇടുന്നതിലുണ്ടോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ തളർത്തുന്നിടത്തുനിന്നാണ് നമ്മുടെ ജീവിതം കരിപിടിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ചിന്തിക്കുക. ഈ വനിതാ ദിനത്തിൽ പറഞ്ഞു ഒരുപാട് സമയമായി പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം. എല്ലാത്തിൻ്റെയും ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും ഹാപ്പി വനിതാ ദിനം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ കുടുംബത്തിൽ സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ടും നന്നായിട്ടിരിക്കുക. കുടുംബം നല്ല രീതിയിൽ പോകും. സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഒരു 10 പൈസ വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷമാകും കേട്ടോ. ഒന്നും വേണ്ട, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പം അടുക്കള ജോലി അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. അടുക്കള ജോലി ചെയ്യുന്ന അതിട്. ഇപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്നൊരു വരുമാനം കാണരുത്. നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ സ്വപ്നം കാണണം, നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. അല്ലാതെ വെറുതെ ഇരുന്നാൽ ആരും 10 പൈസ കൊണ്ട് തരത്തില്ല. നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം സക്സസ് ആവും. ഉറപ്പുള്ള കാര്യമാണ്. ഒന്നുമല്ലായിരുന്നു. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരായിരുന്നു. എല്ലാവരും ലാളിച്ച് കൊഞ്ചിച്ച് നടന്ന ഒരു കൊഞ്ചി പെണ്ണായിരുന്നു ഞാൻ. ഒന്നും അറിയില്ലായിരുന്നു. ഒരു 10-22 വയസ്സ് വരെ അതുപോലെ നടന്ന ഒരു പെണ്ണാണ് ഞാൻ. എനിക്കത് കഴിഞ്ഞാണ് ജീവിതം എന്താണെന്നും ജീവിതം ഇതാണോ, ജീവിതത്തിലേക്ക് ഞാൻ വന്ന് അവിടെ നിന്നും ഈ ഒരു അനുഭവങ്ങളുടെ പുറത്ത് കരുത്ത് നേടിയ ഒരാളാണ് ഞാൻ. എല്ലാ ലേഡീസും അങ്ങനെ ആയിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞേ. അപ്പം എല്ലാവർക്കും എനിക്ക് ഇന്ന് എൻ്റെ വാട്സപ്പിൽ കണ്ട നിങ്ങളത്രയും ഒരു 1000 പേരുടെയെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. സത്യം ഞാൻ പറയുക, നോക്കുന്ന ഹാപ്പി വനിതാ ദിനം അന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മെസ്സേജാണ് എനിക്ക് ഫുള്ള് വന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടാൽ എനിക്ക് ഒരുപാട് ഹാപ്പിയായി ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.